അപ്പോൾ വടകര CPIM-ലെ വിഭാഗീയതയിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടും ഫലമില്ല എന്നുള്ള വാർത്ത വരുന്നു. PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. മണിയൂരിൽ മുദ്രാവാക്യവുമായി ഇന്നലെ രാത്രിയിലും പ്രവർത്തകർ രംഗത്ത് വന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്ന രാഹുൽ സുരേഷാണ്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ഇതെന്താ നേതൃത്വം പറഞ്ഞിട്ടും അങ്ങോട്ട് അനുസരിക്കാൻ അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു മനോഭാവം ഇല്ലല്ലോ? പ്രതിഷേധമൊക്കെ ഇന്നലെ നടന്നല്ലോ. ക്രിസ്റ്റീന, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. CPM ജില്ലാ നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിലാണ്. PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെയാണ് വടകരയിൽ നിലനിന്നിരുന്ന വിഭാഗീയത മറനീക്കി പുറത്തു വന്നത്. ഈ വിഷയത്തിൽ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം ഇടപെട്ടിരുന്നു. അതായത് ഇപ്പോൾ സമ്മേളന കാലമാണ്. ഈ സമ്മേളന കാലം കഴിഞ്ഞ ശേഷം വടകരയിൽ നിലനിൽക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെടാമെന്നും പരിഹാരം കണ്ടെത്താമെന്നും പ്രവർത്തകർക്ക് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഈ ഉറപ്പ് പാലിക്കാൻ അല്ലെങ്കിൽ ഈ ഉറപ്പ് കേൾവി കേൾക്കാൻ ഇവിടുത്തെ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം 3 തവണയാണ് മണിയൂരിൽ പരസ്യമായ പ്രതിഷേധം അണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സംസ്ഥാന നേതൃത്വം ഇടപെട്ട ശേഷവും ഇന്നലെ രാത്രിയും പ്രതിഷേധമുണ്ടായി. അതായത് വിഭാഗീയത തുടച്ചു നീക്കൂ, പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കൂ എന്ന മുദ്രാവാക്യവുമായാണ് ഇന്നലെയും പ്രതിഷേധമുണ്ടായത്. ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടകം തന്നെ ലോക്കൽ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് വടകരയിലെ മുഴുവൻ ലോക്കൽ കമ്മിറ്റികൾക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിട്ട് ആളുകളെ അറിയിക്കാൻ, ഈ പ്രശ്നത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുമെന്ന കാര്യം നേരിട്ട് അറിയിക്കാൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നതിനിടെയാണ് പരസ്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ PK ദിവാകരന്റെ നിലപാടും പ്രധാനപ്പെട്ടതാണ്. ക്രിസ്റ്റീന.